കേന്ദ്ര സർക്കാരിന്റെ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക. ഭേദഗതി ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള മാരകായുധമാണെന്നാണ് മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയ ഉദ്ദേശപരമായ നിയമങ്ങളിൽ ഒന്നാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കുന്നു. ഇത് സൂചനയല്ല, കൃത്യമായ സന്ദേശമാണെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കല്ലേ പേടിക്കേണ്ടതുള്ളൂ എന്ന് BJP വാദിക്കുമ്പോൾ ആഭ്യന്തര മന്ത്രി കാര്യം തെളിച്ചു പറഞ്ഞുവെന്നും മുഖപ്രസംഗത്തിൽ പരിഹസിക്കുന്നു. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരെയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് കേന്ദ്രം പറയുന്നത്. എന്നാൽ ഇത് ലക്ഷ്യമിടുന്നത് ക്രൈസ്തവരെയാണ്. ക്രൈസ്തവരെ ലക്ഷ്യമിട്ട് നിയമങ്ങളും ഭേദഗതികളും കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാരെന്നും ദീപിക കുറ്റപ്പെടുത്തുന്നു. FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പരാമർശങ്ങളും ഒക്കെ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഭേദഗതി ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള മാരകായുധമാണെന്നാണ് മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നത്. കൂടാതെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയ ഉദ്ദേശപരമായ നിയമങ്ങളിൽ ഒന്നാണിതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് പോലും ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമെന്നുള്ള കാര്യമാണ് മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ മാത്രം ഈ ഒരു കാര്യത്തിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന് BJP വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞ കാര്യം എന്താണ് എന്ന കാര്യത്തിൽ മുഖപ്രസംഗത്തിൽ പരിഹാസ രൂപേണയാണ് കുറിച്ചിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരെയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് കേന്ദ്രം പറയുന്നത്. എന്നാൽ ഇത് ലക്ഷ്യമിടുന്നത് ക്രൈസ്തവരെയാണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖപ്രസംഗം.